ഇപ്പൊ നമ്മുടെ കോമ്പൗണ്ടറാണ്, അതിന്റെ പേര് വിവാദമായെങ്കിലും ആ ആപ്പിനെ കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കണം. ഈ കോമ്പൗണ്ടർ ആപ്പ് എന്നുള്ളതുകൊണ്ട് നമ്മളൊരു നോസ്റ്റാൾജിക് നെയിം നിലനിർത്തിയെന്നേ ഉള്ളൂ. ആ പേരിന്റെ കാര്യത്തിൽ നമ്മൾ അത്ര സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യം. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മാത്രം ഈ ഒരു അവസരത്തിൽ നിന്ന് ചിന്തിച്ചാൽ മതി. സംസ്ഥാനത്തെ 30,000-ത്തിലധികം വരുന്ന ഫാർമസികളുണ്ട്, മരുന്ന് ഷോപ്പുകൾ. ഏറ്റവും കൂടുതൽ മരുന്ന് ഷോപ്പുകളുടെ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഈ ഒരു മരുന്ന് ഷോപ്പുകളിലെ ഫാർമസിസ്റ്റിന്റെ സേവനം മരുന്നിന്റെ വിപണന സമയത്ത് ഉറപ്പാക്കുന്നതിന് പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ പരിശോധകർക്ക് സാധിക്കുകയില്ല. കാരണം അറിയാം, 30,000-ത്തിലധികം ഷോപ്പുകളുണ്ട്. അപ്പോ എങ്ങനെ ഇത് കൂടുതൽ ഫലപ്രദമായിട്ട് നടത്താം? മരുന്ന് കടകളുടെ ഫാർമസിസ്റ്റുകളുടെ സേവനം, എസ്പെഷ്യലി ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലുള്ള വിപത്തുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഫാർമസിസ്റ്റുകളുടെ സേവനം മരുന്ന് വിപണന സമയത്ത് ഉറപ്പുവരുത്താം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു ആപ്പിലേക്ക് ബയോമെട്രിക് പഞ്ചിങ് അധിഷ്ഠിതമായ ഒരു ആപ്പ് കൊണ്ടുവന്നാൽ ഇവരുടെ സേവനം നമ്മൾക്ക് വേറെ ഒരു കാരണം നമ്മളെ ഓഫീസുകളിൽ ഇരുന്നിട്ട് ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം തിരിഞ്ഞു വന്നത്. ഇത് പ്രാവർത്തികമാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒട്ടേറെ ഹഡിൽസ് ഉണ്ട്. കാരണം 30,000 ഷോപ്പുകളെ ബയോമെട്രിക് പഞ്ചിങ്ങിലേക്ക് കൊണ്ടുവരണം. കൂടാതെ ഇവരുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനായിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒട്ടേറെ ഹഡിൽസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ശക്തമായിട്ട് നമ്മൾ ഇത് മുന്നോട്ട് പോവുകയാണ്. ഇലക്ട്രോൺ CDT പോലുള്ള സർക്കാർ ഏജൻസികളുമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതാണ് ഇപ്പോ ഒരു വർഷത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഓഫ് കോഴ്സ് ഇതിന്റെ തുടക്കഘട്ടത്തിൽ കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് വരാം. പിന്നെ സോഫ്റ്റ്വെയറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന് മരുന്ന് കടക്കാരുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം വേണം. അപ്പോ ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പൈലറ്റ് ആയിട്ടെങ്കിലും ഒരു ട്രയൽ ആയിട്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് നടപ്പിൽ ആക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം.